2025 ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച മലയാള സിനിമയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച തുടരും. ഞാനിങ്ങനെ പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് അറിയേണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഇതിൽ കഥയെപ്പറ്റി യാതൊരുവിധ സ്പോയിലറും ഇല്ല. ഫാമിലി ഡ്രാമ ജോണറിൽ പ്രേക്ഷകന് മുൻപിലേക്ക് വയ്ക്കുന്ന സിനിമ പറയുന്നത് സാധാരണമായ എന്നാൽ സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അത്തരത്തിലുള്ള മറ്റ് സിനിമകളിലൊന്നും കാണാത്ത ഒരു പ്രതിഭാസമാണ്. പെർഫെക്ഷൻ, പരിപൂർണത. 2.25 മണിക്കൂർ നീളമുള്ള സിനിമ, ഏറ്റവും ശക്തമായ സ്ക്രീൻ പ്ലേയും കഥാഗതിയുടെ രൂപഘടനയും. കഥയുടെ നരേഷൻ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് പ്രേക്ഷകന് ഫിലിം മേക്കേഴ്സ് ഉദ്ദേശിക്കുന്ന ഇമോഷണൽ എസ്കലേഷൻ കൊണ്ടുവരാൻ പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ക്യാരക്ടർ റിലേഷൻഷിപ്പും ഇമോഷണൽ ടോണും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സെക്കൻഡ് ആക്റ്റും ക്ലൈമാക്സും കടന്നു പോകുന്നത് ഓഡിയൻസിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തി തന്നെയാണ്. ഓരോ കഥയിലെയും ഉണ്ടാവുന്ന കോസ് ആൻഡ് എഫക്റ്റ് അഥവാ കാരണങ്ങളും അതിൻ്റെ ഫലവും കൃത്യമായി ഭംഗിയായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു ഫാമിലി ഡ്രാമ സിനിമ പറയുന്ന കഥയ്ക്ക് വേണ്ട സംഭവങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും വൈകാരികതയും 2.25 മണിക്കൂർ എന്ന വളരെ വലിയ സമയത്തേക്ക് പേസ് ചെയ്തിരിക്കുന്നത് അവിശ്വസനീയമായിട്ടാണ്. പെർഫോമൻസസ്. ഒരു കുടുംബ പ്രേക്ഷകന് ഓരോ തുള്ളി കണ്ണുനീരിനെയും ഞെട്ടിത്തെറിക്കുന്ന ഓരോ നിമിഷത്തെയും അടക്കാനാവാത്ത പകയെയും അപ്രതീക്ഷിതമായ നർമ്മരംഗങ്ങളെയും ഒക്കെ ആസ്വദിക്കുന്നത് നാച്ചുറലിസ്റ്റിക് ആക്റ്റിൽ ഇമോഷണൽ ട്രൂത്ത്ഫുൾനെസ് അഥവാ സത്യസന്ധമായ വികാരങ്ങൾ ചേർന്ന് വരുമ്പോഴാണ്. തുടരും നിങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുന്നത് നിങ്ങൾ കണ്ടുമറന്നു എന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നും ഒരിക്കലെങ്കിലും പറഞ്ഞ് തള്ളിക്കളഞ്ഞ അഭിനേതാക്കളുടെ ഞെട്ടിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ്. ഡയലോഗുകൾ ഒരുപാടുള്ള രംഗങ്ങൾ മുതൽ ഡയലോഗുകൾ ഒന്നുമില്ലാത്ത രംഗങ്ങളിൽ വരെ ക്ലോസ് ഷോട്ട് വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും സ്ക്രീനിൽ കാണാൻ കഴിയുക എന്ന് എത്ര ഊഹിച്ചാലും അതിനു മുകളിൽ നിൽക്കുന്ന പ്രകടനങ്ങളാണ്. ഓവർ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാതെ വളരെ ഗ്രൗണ്ടഡ് ആയ ഡയറക്ഷൻ, റിയലിസം നിലനിർത്തി ഈ ഒരു കഥ പറയുന്നത് അത്രയ്ക്ക് എളുപ്പമല്ല. ഒരു ആക്ഷൻ രംഗമാവട്ടെ, ഇമോഷണൽ രംഗമാവട്ടെ, ഹൊറർ രംഗമാവട്ടെ, ഓർഗാനിക് ഫീൽ നിലനിർത്തി വ്യത്യസ്ത വിഭാഗങ്ങളിലെ വ്യത്യസ്തമായ സ്റ്റൈലുകൾ കൂട്ടിയിണക്കി തരുൺ മൂർത്തി നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ മാത്രമല്ല, ലാലേട്ടൻ്റെ ഏറ്റവും മികച്ചതിൽ ഒന്നുകൂടിയാണ്. ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് ക്യാമറ ആംഗിളിലൂടെ കാണിച്ച് നാച്ചുറൽ ലൈറ്റും ഷാഡോയും ഉപയോഗിച്ച് കൂളർ ടോണിൽ കഥ പറയുന്നത് വ്യത്യസ്തമായൊരു കാര്യമല്ലെങ്കിൽ കൂടി തുടരും കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കിതൊരു സംതൃപ്തി തരുന്നത് കഥയുമായി ഇഴുകിച്ചേർന്ന സിനിമാറ്റോഗ്രഫിയുടെ കഴിവാണ്. ഒരു ഫാമിലി ഡ്രാമ സിനിമയിൽ ഒരു സന്ദർഭത്തിൻ്റെയോ കഥാപാത്രത്തിൻ്റെയോ മാനസികാവസ്ഥ നിലനിർത്തുന്നതിനും അത് ഓഡിയൻസിലേക്ക് പകർത്തുന്നതിനും മ്യൂസിക്കിനും സൗണ്ട് ഡിസൈനും വലിയൊരു പങ്കുണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന സൗണ്ട് ഡിസൈൻ ഒരു രംഗത്തിൽ പോലും വരാതെ നാച്ചുറലായ ഇമോഷണൽ ബീറ്റുകൾ നിലനിർത്തി ഡൈജറ്റിക് സൗണ്ട് അതിഗംഭീരമായി വർക്കായിട്ടുണ്ട് ഇവിടെ. കഥ പറയുന്ന വേഗതയും എഡിറ്റിംഗ് സ്റ്റൈലും ഒരു പാഠപുസ്തകമാക്കാവുന്ന അത്ര ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഇമോഷണൽ ഷോക്ക് കാണിക്കുന്ന ഷാർപ്പ് കട്ടിൽ തുടങ്ങി ഫ്ലാഷ് ബാക്ക് സീനുകളിൽ നിന്ന് പ്രസൻറ്റിലേക്കുള്ള സോഫ്റ്റ് ട്രാൻസ്ഫോർമേഷനും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴുള്ള ആക്സിലറേറ്റിംഗ് കട്ടിൽ വരെ അതീവ ശ്രദ്ധയോടെ ചെയ്തിരിക്കുന്നു. വളരെ ഹാപ്പിയായി സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ്, പിന്നീട് ഇമോഷണൽ ആവേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ഇവിടെ രണ്ടിടത്തും സംഭാഷണങ്ങളിൽ നാച്ചുറൽ ഫീൽ നിലനിർത്തി ഹ്യൂമൻ വൾണറബിലിറ്റി കാണിക്കേണ്ടത് ഒട്ടുമിക്ക ഫാമിലി ഡ്രാമ സിനിമകളിലും പാളിപ്പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ക്യാരക്ടർ ന്യൂവാൻസസ് മനസ്സിലാക്കി കൃത്യതയുള്ള ഡയലോഗുകൾ. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതും എന്നാൽ സ്വമേധയാ തോന്നേണ്ടതുമായ സന്ദർഭങ്ങൾ അനുസരിച്ചുള്ള ഡയലോഗുകൾ. എല്ലാറ്റിനുമുപരി സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു പ്രമേയം. ഇതിൽ കുടുംബ ബന്ധങ്ങൾ വരുന്നുണ്ട്, വ്യക്തിപരമായ രാഷ്ട്രീയം വരുന്നുണ്ട്, സാമൂഹിക കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്, അധികാര മനോഭാവവും നിയമവ്യവസ്ഥയും. എല്ലാത്തിനേക്കാളും ശക്തമായി മനുഷ്യൻ്റെ ധാർമ്മികതയുടെ ത്യാഗവും നിലനിൽപ്പിനായുള്ള നെട്ടോട്ടവും എല്ലാം ഒത്തിണങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് തുടരും. ഇത്രയും പറഞ്ഞിട്ടും ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വേണ്ട, പറഞ്ഞേക്കാം. നിങ്ങൾ പെട്ടെന്നൊന്നും ഷൺമുഖനെ മറക്കില്ല. സോ നേരെ തിയേറ്ററിലേക്ക് വിട്ടു, സിനിമ കണ്ടു. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.